എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒക്ടോബർ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Page of Cups, Queen of Cups, 10 of Pentacles, 8 of Wands, Knight of Swords, and last card വന്നിട്ട് കിങ് ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാസം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയാം. കാരണം ഈ ഒരു മാസം നിങ്ങൾ ഒത്തിരി തൃപ്തി, സന്തോഷം, സംതൃപ്തിയൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടുന്ന കാര്യം മനസ്സിലുള്ള നെഗറ്റിവിറ്റീസ് മാറ്റാൻ ശ്രമിക്കുക. കാരണം അടുത്തിടെയായിട്ട് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും കാരണവശാൽ നിങ്ങൾ ഒത്തിരി നെഗറ്റിവിറ്റീസ് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട്. കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങാത്തതോ, സിറ്റുവേഷൻസ് മറ്റുള്ളവരിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവാം. അപ്പോൾ അതൊക്കെ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസ് ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ എല്ലാം പോസിറ്റീവ് ആണെന്നുള്ളൊരു വിശ്വാസം മനസ്സിലാദ്യം വരിക എന്നുള്ളതാണ്. കാരണം എത്ര നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും നിങ്ങൾ ചില ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും, ഒരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യും. ഇനി ഇത് സത്യമാണോ, അല്ലെങ്കിൽ നല്ലത് സംഭവിക്കുമ്പോൾ ഇറ്റ്സ് ടു ഗുഡ് ടു ബി ട്രൂ എന്നുള്ളൊരു ചിന്തയിലേക്ക് പോവും. അപ്പോൾ എങ്ങനെയാണത്, ഇത് ശരിയാണോ, ഇനി എല്ലാം നല്ലതായിരിക്കും, അത് ഇനി എന്തെങ്കിലും എന്നെ കാത്തിരിപ്പുണ്ടോ നെഗറ്റീവ് എന്നുള്ളൊരു ചിന്തയൊക്കെ വരാം. അപ്പോൾ ആ ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് നിങ്ങൾ മാറ്റുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അതേപോലെ തന്നെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം തരുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നു. ആദ്യത്തേത് വിവാഹമാണ്. അപ്പോൾ വിവാഹം കുറച്ചധികം നാളായിട്ട് വിവാഹത്തിന് വേണ്ടി ശ്രമിക്കുന്നു, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഒരു പക്ഷേ ജാതക ദോഷങ്ങളൊക്കെ ഉള്ളവരും, ഇപ്പോൾ ചൊവ്വാദോഷം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ശുദ്ധ ജാതകം അതേപോലെയുള്ള പ്രശ്നങ്ങളോ ഉള്ളവർ, അതേപോലെ ജോലി സംബന്ധമായിട്ട് വേറെ ജാതകവശാൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നിട്ടും ചിലപ്പോൾ ജാതകം നടക്കാതെ പോയിട്ടുള്ളവർ, കുറച്ച് ആ ഒരു നാട്ടിലത്തെ ഒരു രീതി അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു രീതി അനുസരിച്ചിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രായം കൂടുതലായി എന്ന് തോന്നുന്നത്, ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞു എന്ന് അത് ചിന്തിക്കുന്നവർക്കൊക്കെ ഈ ഒരു മാസം എന്ന് പറയുന്നത് സാധ്യതകൾ നൽകുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഒരു വിവാഹ സാധ്യത കാണിക്കുന്നു. അപ്പോൾ ഈ ഒരു മാസത്തിൽ ഒന്നുകിൽ നിശ്ചയമോ മനസ്സമ്മതമോ ഒക്കെ നടത്തിയതിന് ശേഷം വരും മാസത്തിൽ വിവാഹത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 7 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് ഈ ഒരു 7 ഓഫ് വോൺസ് എനർജി നിങ്ങളിലേക്ക് തരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്ത എന്ന് പറയുന്നത്, പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒത്തിരി വളരെയധികം നിങ്ങൾ സക്സസ് ജീവിതത്തിൽ ആഗ്രഹിച്ച അല്ലെങ്കിൽ നിങ്ങൾ അർഹിച്ച ഒരു വിജയം നിങ്ങൾ ഇതുവരെ നേടിയിട്ടില്ല. ഇപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾ മുന്നേറുന്നുണ്ടെങ്കിലും അർഹിച്ചൊരു വിജയം നിങ്ങൾ നേടിയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അത് മാറ്റിവെക്കുക. നിങ്ങൾ ഫൈനലി അർഹിച്ചത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ചുറ്റിനും കോമ്പറ്റീഷൻസ് ആണ്, കാര്യങ്ങളും മുന്നോട്ടേക്ക് പോകുന്നില്ല, ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയിൽ നിന്ന് പുറത്തു വരുന്ന ഒരു സമയമാണ്. വളരെ മോട്ടിവേറ്റഡ് ആയിരിക്കും പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ. നിങ്ങളുടെ മനസ്സിലുള്ള ഐഡിയാസൊക്കെ പുറത്ത് സംസാരിക്കുന്നു, തുറന്ന് സംസാരിക്കുന്നു. നിങ്ങളെ കേൾക്കാൻ ആളുകൾ ഉണ്ടാവുന്നു എന്നുള്ളതും കാണിക്കുന്ന ഒരു കാര്യമാണ്. പലപ്പോഴായിട്ട് പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കേൾക്കാൻ ആളുകളില്ലാത്തൊരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതേപോലെ തന്നെ പലരെയും സംബന്ധിച്ച് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ഡ്രീം സ്വപ്നങ്ങൾ എന്താണോ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്കുള്ള ഒരു ആദ്യ പടി അല്ലെങ്കിൽ ചുവട്ടുപടി എന്ന് പറയുന്നൊരു സമയം ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഈ ഒരു മാസം ഒരു 15-ാം തീയതിയോടൊക്കെ അടുക്കുമ്പോൾ നിങ്ങളുടെ വളരെയധികം നിങ്ങൾ എക്സ്ട്രീംലി ഇൻഡ്യൂട്ടീവ് ആയിരിക്കും. അതായത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഇതിങ്ങനെ ഈ ഒരു സമയം ഇപ്പോൾ കറക്റ്റായിട്ടുള്ള മനസ്സിലിരുന്നിട്ട് പൊതുവേ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ ഒരു ജ്യോത്സ്യം, അസ്ട്രോളജി റിലേറ്റഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവിനേഷനായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. കാര്യങ്ങൾ കാലേക്കുട്ടി അറിയുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എല്ലാം നോക്കിയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ഫീലിംഗ് ഉണ്ടാവും, ഒരു പോസിറ്റിവിറ്റി. ഇത് ഇപ്പോൾ സമയമാണ്, അല്ലെങ്കിൽ ഇനി മുന്നോട്ടേക്ക് പോകണം എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോവുക.
യു നീഡ് ടു ലിസൺ മോർ. നിങ്ങളെ കേൾക്കേണ്ട ആവശ്യകത പലപ്പോഴായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു സമയം നിങ്ങൾ കേൾക്കുക. പക്ഷേ നിങ്ങളിപ്പോൾ കേൾക്കേണ്ടത് നിങ്ങളെയാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് എന്താണ് പറയുന്നത് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സ് പറയുന്നത് പൂർണ്ണമായിട്ടും ആ വഴിയെ സഞ്ചരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എങ്കിൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ക്വീൻ ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. വളരെ വീട്ടമ്മമാരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു എനർജി. അതായത് നിങ്ങളുടെ ഫാമിലി നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഇപ്പോൾ നിങ്ങൾ കുറച്ച് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമുള്ള വ്യക്തിയാണ് എങ്കിൽ എല്ലാ കാര്യത്തിലും, അല്ലെങ്കിൽ ആ ഒരു പേരാണ് നിങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും നിങ്ങൾ മിതമായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ ആരോടും പെട്ടെന്ന് ദേഷ്യം വരെ വഴക്കിടുന്ന ഒരു രീതിയിൽ നിന്ന് മാറി നിങ്ങൾ വളരെ മിതമായിട്ട് സംസാരിക്കുകയും അല്ലെങ്കിൽ ദേഷ്യം അങ്ങനെ വാശി കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഒന്ന്, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എത്ര ഉച്ചെടുത്ത് പറഞ്ഞാലും ചുറ്റുമുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പിന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നതാവാം ഒരു പക്ഷേ. ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യം വരുന്നതാവാം. അപ്പോൾ ഏത് സിറ്റുവേഷനിലായാലും നിങ്ങളുടെ ആ ഒരു മിതത്വം പാലിക്കാനും അനാവശ്യമായിട്ടുള്ള ദേഷ്യങ്ങൾ ഒഴിവാക്കാനും, ആവശ്യമുള്ളതിലാണെങ്കിലും കേൾക്കുന്ന ആൾ എന്ത് തന്നെ ആയാലും സമ്മതിച്ച് തരുന്നില്ല എങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാതിരിക്കുക എന്നുള്ളതും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. അതേസമയം ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഇമോഷൻസ് രണ്ട് തരത്തിലുള്ളത്. എന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടാതെ നിന്ന് കേൾക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ നേരെ തിരിച്ചുമാകാം. കാരണം ഇതുവരെ നിങ്ങൾ തീരെ അതായത് രണ്ട് വശങ്ങളുണ്ടൊന്ന്, എന്ത് പറഞ്ഞാലും മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളോട് എന്തും പറയാമെന്നുള്ളൊരു കാര്യം മറ്റുള്ളവരിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് മാറി നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി തുടങ്ങുകയാണ്. ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാതെ ഒഴിവാക്കുക എന്ന് ഒറ്റ വാക്കിൽ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു. പിന്നീട് അവർ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നിങ്ങളത് കേൾക്കാനോ അതിന് നിന്ന് കൊടുക്കുന്നില്ല. നിങ്ങൾ ആ ഒരു സ്ഥാനത്തുനിന്ന് മാറി തന്നെ മറ്റൊരിടത്തേക്ക് പോവുകയാണ് എന്നുള്ള രീതി കാര്യങ്ങൾ. അതായത് ഇനി ഇത് വച്ച് പുറപ്പിക്കില്ല എന്നുള്ള രീതിയിലേക്കുള്ളൊരു, അല്ലെങ്കിൽ ഇനി ഇത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു രീതിയിലേക്കും ആവാം ഇത് സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ച് നൈറ്റ് ഓഫ് സോട്ട്സ് എനർജി കണക്ഷൻസ് ആണ്. എന്താണ് നിങ്ങളെ തന്നെ സഹായിക്കുന്ന എനർജിയാണ്. അപ്പോൾ പൊതുവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്ത് സിറ്റുവേഷൻ, ഇപ്പോൾ ജോലിയിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും നിങ്ങൾ പറയുന്നത് കേൾക്കാൻ ആരുമില്ല അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് നിങ്ങൾക്ക് മറ്റൊരാളുടെ ഒരു സഹായത്തിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെ ആദ്യം നിങ്ങളാണ് സഹായിക്കേണ്ടതെന്നുള്ളൊരു ചിന്തയിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ്. പിന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ കുറച്ചൊരു പ്രതികരണശേഷി കൂടുതലുള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിനും എന്തിനും പ്രതികരിക്കുന്നുണ്ട്. അത് പ്രതികരിക്കുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത് ആളും തരവും സിറ്റുവേഷനും നോക്കിക്കണ്ട് പ്രതികരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നോക്കിയാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ 10 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ജോലി സംബന്ധമായിട്ട് ഒത്തിരി ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്. കുടുംബപരമായിട്ട് ഒത്തിരി സമാധാനവും സ്വസ്ഥതയും നിലനിർത്താൻ പറ്റുന്ന ഒരു സമയം കൂടിയിട്ട് ആണ് ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ഫാമിലിയായിട്ട് ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടിയിട്ട് കുടുംബത്തോടൊപ്പം യാത്രകൾ ചെയ്യാൻ പറ്റുന്ന അവസരം ഈ ഒരു മാസത്തിൽ വരുന്നുണ്ട്. അപ്പോൾ വിദേശത്ത് ഇതുവരെ പോകാത്ത ഒരാളാണെങ്കിൽ വിദേശത്തേക്കുള്ള യാത്ര ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി, കുടുംബം ഒരുമിച്ച് ചേർന്നിട്ട് സംതൃപ്തിയും സന്തോഷമൊക്കെ കുടുംബത്തോടൊപ്പം ആഘോഷിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് സൂചിപ്പിക്കുന്നുണ്ട്. ഒത്തിരി സമൃദ്ധിയുടെ ഐശ്വര്യത്തിൻ്റെയും നാളുകളാണ് ഇനി മുന്നോട്ടേക്ക് വരുന്നത്. ഈ ഒരു മാസം മാത്രമല്ല, പലരെ സംബന്ധിച്ച് മുന്നോട്ടേക്കും അങ്ങനെ ഒരു സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ സാമ്പത്തികമായിട്ട് ഒത്തിരി നേട്ടവും ലാഭങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പണം നിങ്ങളിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വീടോ സ്ഥലമോ എന്തെങ്കിലുമൊക്കെ വിൽക്കാനായിട്ട് ഇട്ടിരിക്കുന്നവരെ സംബന്ധിച്ച് അതൊക്കെ നല്ല വിലയ്ക്ക് വിറ്റ് പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വിറ്റ് പൈസ കിട്ടാൻ സാധ്യതയുള്ളത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിൽ സെയിൽസ് കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്.
അപ്പോൾ പിന്നെ ചില ആളുകളെ സംബന്ധിച്ച് വസ്തുവകകൾ കാര്യങ്ങളൊക്കെ പാരമ്പര്യമായിട്ട് സ്വത്തുവകകൾ കിട്ടാനുള്ളവരാണെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള സ്വത്ത് വകകൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് കുറച്ചധികം പണം വരുന്നു എന്നുള്ളത് നിങ്ങൾ അർഹിക്കുന്നത് തന്നെയാണ്, പക്ഷെ അത് കയ്യിൽ എത്താൻ വൈകിപ്പോയ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത്. അതേപോലെ പ്രായമായിട്ടുള്ള ആളുകൾ നിങ്ങളെ റിട്ടയർമെൻറ്റ് സംബന്ധിക്കുന്ന പൈസയൊക്കെ കാര്യങ്ങൾ കിട്ടാണ്ട് പെൻഷൻ അനുവദിച്ച് തരുന്നത്, സർക്കാരിൽ നിന്ന് പല കാര്യങ്ങൾ ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുത്തു കാര്യങ്ങളൊന്നും നടക്കാത്തവരൊക്കെ അതൊക്കെ നടന്നു കിട്ടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി. ബിഗ് താങ്ക് യു.